Let's start learning English. ഹലോ മക്കളെ, എല്ലാവർക്കും ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1 ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഹലോ മക്കളെ, 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കൾ എന്ന് പറയുന്ന സമയത്ത് ഏജ് സ്പെസിഫിക് ആയിട്ടല്ല ടീച്ചർ പറയുന്നത്. എൻ്റെ ക്ലാസ് കാണുന്ന എല്ലാവരെയും ഞാൻ വിളിക്കുന്നതാണ്, കോമൺ ആയിട്ട് വിളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1 ക്ലാസ് 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ ചിത്രം നിങ്ങൾക്ക് കാണുന്നുണ്ട്. സാധാരണ കാണുന്ന പ്ലേ ഗ്രൗണ്ട് ഓർ പാർക്കല്ല. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തിയല്ലേ, ഒരു ഫാമിലിയുടെ ഫോട്ടോ ആണ് നമ്മൾ കാണുന്നുള്ളത്. ഒരു ലിവിങ് റൂമിനകത്ത് ഫാമിലി ബോണ്ടിങ് നടക്കുന്ന ഒരു 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 അങ്ങനെയുള്ള ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനോടകം 7 ഡിസ്ക്രൈബിങ് നമ്മൾ ചെയ്തു. ആ 7 കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. ഓക്കെ, 7 ക്ലാസ്സും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച കുട്ടികൾക്കൊക്കെ അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അത് മാത്രമല്ല 2 ലൈവ് ക്ലാസ്സസിലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൺ, ഇൻ, അറ്റിൻ്റെ യൂസേജ്. അപ്പോൾ ഏകദേശം ആളുകൾ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ 2 ലൈവ് ക്ലാസ് നിർബന്ധമായും നിങ്ങൾ കാണണം. കാരണം അതിൽ ഇൻ, ഓൺ, അറ്റ് എന്നിൻ്റെ യൂസേജ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടെൻസിനെ കുറിച്ച് കുറച്ച് നോക്കാനുണ്ട്. അതായത് ഏത് ടെൻസിലാണ് നമ്മൾ ഈ ഡിസ്ക്രൈബിങ് ചെയ്യുന്നതെന്നുള്ളത് അത് നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ലൈവ് ക്ലാസ്സിലോ നോക്കാം. ഓക്കെ, ഇപ്പോഴിവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിത്രത്തെ ഫോക്കസ് ചെയ്തിട്ട് നോക്കാം. ഇതുവരെയുള്ള നമ്മൾ 6 റൂൾസ് നോക്കി അല്ലേ. 6 റൂൾസ്. റൂൾ നമ്പർ 1 എന്തായിരുന്നു? ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ചിത്രം വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക. റൂൾ 2, ഐഡൻറ്റിഫൈ ദ മെയിൻ ഐഡിയ. മെയിൻ ആയിട്ടുള്ള ഐഡിയ അതെന്താണ്? നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ ഞാൻ പറഞ്ഞു ലിവിങ് റൂമിലുള്ള ഒരു ഫാമിലിയാണ് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ തന്നെയാണ് അതിൻ്റെ മെയിൻ ഐഡിയ. ഓക്കെ, ദെൻ വാട്ട് റൂൾ 3, ടോക്ക് അബൌട്ട് പീപ്പിൾ ഓർ ഒബ്ജെക്ട്സ്. റൂൾ 4, ഡിസ്ക്രൈബ് ആക്ഷൻസ്. റൂൾ 5, മെൻഷൻ ഡീറ്റെയിൽസ്. റൂൾ 6, ഡിസ്ക്രൈബ് ദ സെറ്റിംഗ്. ഇനി നമ്മൾ റൂൾ 7ലേക്കാണ് വരുന്നത്. എന്താണ് റൂൾ 7? റൂൾ 7 എന്താണ്? ആഡ് ഫീലിങ്സ് ഓർ മൂഡ്. ആ ഒരു ചിത്രത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന മൂഡ്, ഇമോഷൻസ് എന്താണ്? സന്തോഷമാണോ സങ്കടമാണോ എന്നൊക്കെ പറയുന്നതാണ് ഈ ആഡ് ഫീലിങ്സ് ഓർ മൂഡ്. ലൈക്ക് എക്സ്പ്ലെയിൻ ഹൗ ദ സീൻ ലുക്സ്. എക്സാമ്പിൾ, ഹാപ്പി, ബിസി, കാം, ഫൺ. അങ്ങനെ എന്താണ് അത്? ആ ചിത്രം കാണുമ്പോൾ അവിടെ മൂഡ് എന്താണ്? സങ്കടപ്പെട്ടിരിക്കുകയാണോ, സന്തോഷത്തിലിരിക്കുകയാണോ, കാമായിട്ടിരിക്കുകയാണോ, അതല്ല ബിസി ആണോ എല്ലാവരും, അതല്ല അവിടെ ഫണ്ണാണോ നടക്കുന്നത് മുഴുവനായിട്ടും? അത് ഓവറോൾ പിക്ചറാണ് വേണ്ടത്. ഓക്കെ, ഒരു കൂട്ടർ പുസ്തകം വായിക്കുന്നു, മറ്റൊരു കൂട്ടർ ഡാൻസ് ചെയ്യുന്നു, വേറൊരു കൂട്ടർ കിടന്നുറങ്ങുന്ന സമയത്ത് അത് ഒരിക്കലും ഫണ്ണാവുന്നില്ല. ഒരിക്കലും പുസ്തകം വായിക്കുന്നത് ഫണ്ണല്ല, ഡാൻസ് ചെയ്യുന്നത് ഫണ്ണാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ മൊത്തത്തിൽ ആകത്തുക അവിടെ ഒരു കാം അറ്റ്മോസ്ഫിയറിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് എങ്കിൽ. അതല്ല, എല്ലാവരും ഉണർന്നിരിക്കുകയാണ്, എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള ആക്ടിവിറ്റീസിലാണ്, അവർ വളരെ പ്ലസൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറാണ്, അല്ലെങ്കിൽ ഒരു ഹാപ്പി മൂഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് ഫീലിങ്സ് ഓർ മൂഡ്. എക്സ്പ്ലെയിൻ ഹൗ ദ സീൻ ലുക്സ്. എക്സാമ്പിൾ, ഹാപ്പി, ബിസി, കാം, ഫൺ, എക്സെട്ര. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ചിത്രത്തിലേക്ക് പോകാം. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ഓക്കെ, ടീച്ചർ ഇപ്പോഴും ഒരു സെൻറ്റൻസ് പറഞ്ഞു അല്ലേ, ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. അപ്പോൾ ആ പറഞ്ഞ ടോണിൽ നിന്നും ടീച്ചർ പറഞ്ഞത് എന്താണ്? ഒരു ഡിക്ലാറേറ്റീവ് സെൻറ്റൻസ് ആണോ, എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് ആണോ, ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണോ, അതല്ല ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണോ? അതൊന്ന് കോമെൻറ്റ് ചെയ്ത് ഞാൻ നോക്കട്ടെ. ലെവൽ 2 സ്റ്റുഡൻസിനായിരിക്കും കുറച്ചുകൂടെ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടുക. ഓക്കെ, ഒന്ന് കോമെൻറ്റ് ചെയ്തേ, അത് എന്ത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് ടീച്ചർ പറഞ്ഞത്? ലുക്ക് അറ്റ് ദ പിക്ചർ. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കാണുന്നത്? അതിലെ മെയിൻ ഐഡിയ, ഐഡൻറ്റിഫൈ ദ മെയിൻ ഐഡിയ. എന്താണ് മെയിൻ ഐഡിയ? അതൊരു
ഫാമിലിയാണ്, അതൊരു ലിവിങ് റൂമാണ്. ലിവിങ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീട്ടിൽ പല റൂംസും ഉണ്ട്. ലിവിങ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ലിവിങ് റൂം എന്താണ്? ഒന്ന് കോമെൻറ്റ് ചെയ്ത്. ലിവിങ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നോർമലി ലിവിങ് റൂമിന് വിളിക്കുന്ന പേരെന്താണെന്ന് കോമെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ലിവിങ് റൂമാണ് കാണുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് എങ്ങനെ എഴുതാം? ദിസ് ഇസ് എ ഫാമിലി. ദിസ് ഇസ് എ ഫാമിലി. പിന്നെ എന്തെന്ന് എഴുതാം നമുക്ക്? ഇതേ ഒരു ഇതിൽ തന്നെ കൂടെ എന്ത് എഴുതാം? ദേ ആർ ഇൻ എ ലിവിങ് റൂം. ഒരു കുടുംബം ലിവിങ് റൂമിൽ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് എ ഫാമിലി. ദേ ആർ ഇൻ എ ലിവിങ് റൂം. അപ്പോൾ നമുക്ക് 2 സെൻറ്റൻസസ് ആയി. ഇന്ന് വേറൊരു കാര്യം ടീച്ചർ ആദ്യം തന്നെ മെൻഷൻ ചെയ്യാൻ വിട്ടു. നമ്മളിന്ന് 10 സെൻറ്റൻസസ് ഒന്ന് ഫോക്കസ് ചെയ്യുന്നില്ല. പരമാവധി അതിൽ നിന്നുള്ള എല്ലാ സെൻറ്റൻസസും എഴുതി ആ ചിത്രത്തെ പൂർണ്ണമായി ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ഒരു ഡിഫറൻസും കൂടി ഉണ്ട് ഇന്നത്തെ ക്ലാസ്സിന്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും സെൻറ്റൻസ് നമ്മൾ നോക്കി. എന്താണ്? ദിസ് ഇസ് എ ഫാമിലി. ദേ ആർ ഇൻ എ ലിവിങ് റൂം. ഇതൊരു ഫാമിലിയാണ്, അവർ ലിവിങ് റൂമിലാണുള്ളത്. ഓക്കെ ഓക്കെ ഇവിടെ ടീച്ചർ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു അമ്മ അവിടെ സോഫയിൽ ഇരിക്കുകയാണ്. ഒരു സിംഗിൾ സോഫ അല്ലേ, അതിലിരിക്കുകയാണ്, പുസ്തകം വായിക്കുകയാണ്. ഓക്കെ, ഒരു ചെറിയ കുഞ്ഞ്, കുട്ടി എന്ന് പറയാൻ പറ്റില്ല അല്ലേ, കുഞ്ഞ് പറയാം, പക്ഷെ കുഞ്ഞാണത്, വളരെ ചെറിയ കുഞ്ഞാണ്, പിടിച്ചു നിൽക്കുന്ന കുഞ്ഞാണ് അല്ലേ. ആ കുഞ്ഞെന്ത് ചെയ്യാണ്? അവിടെ അമ്മയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പുസ്തകത്തിലേക്ക് നോക്കുന്നു അല്ലെ, അമ്മേൻ്റെ കയ്യിലേക്ക് നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് കുട്ടി കുട്ടി സെൻറ്റൻസസ് വെച്ച് പറയാം. ആദ്യം എന്ത് പറയാം? അമ്മ സോഫയിൽ ഇരിക്കുന്നു, പിന്നെ അമ്മ പുസ്തകം വായിക്കുന്നു, കുട്ടി നിൽക്കുന്നു, കുഞ്ഞ് നിൽക്കുന്നു, കുഞ്ഞ് പുസ്തകത്തിലേക്ക് നോക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ പറയാം? A mother is sitting on a sofa. A mother is sitting on a sofa. ഒരമ്മ അവിടെ ഒരു സോഫയിൽ ഇരിക്കുകയാണ് അല്ലേ, അതാണ് നമ്മൾ എഴുതുന്ന ആദ്യം. പിന്നെ ഈ ഒരു മാർക്ക് ചെയ്തതിൽ നിന്നും ആദ്യം എഴുതുന്നത് അതാണ്. എന്താണ്? A mother is sitting on a sofa. പിന്നെ എന്താണ്? അവരെന്താ ചെയ്യുന്നത്? She is reading a book. She is റീഡിങ് എ ബുക്ക്. ശ്രദ്ധിക്കണം, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് is sitting, is reading. ഓക്കെ, അപ്പോൾ a mother is sitting on a sofa. She is reading a book. അല്ലേ, ഇത് രണ്ടുമാണ് ആ അമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനാവുന്നത്. ഇനി അമ്മയുടെ തൊട്ടടുത്ത് ആരുണ്ട്? ആ കുഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ. A baby is standing near her. A baby is standing near her. ഒരു കുഞ്ഞ് അവരുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്, അമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ആ ബേബി എന്താ ചെയ്യുന്നത്? ദ ബേബി is looking at the book. The baby is looking at the book. അപ്പോൾ a mother is sitting on a sofa. She is reading a book. A baby is standing near her. The baby is looking at the book. ഓക്കെ, അപ്പോൾ ഇവിടെ ടീച്ചർ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തുകയാണ്. ആദ്യം ബേബിയെ കുറിച്ച് പറഞ്ഞതിൽ ആദ്യം എ ബേബി എന്ന് പറഞ്ഞു അല്ലേ, രണ്ടാമത്തതിൽ ദ ബേബി എന്ന് പറഞ്ഞു. ഇവിടെയാണ് ആർട്ടിക്കിൾസിൻ്റെ ഉപയോഗം. ആർട്ടിക്കിൾസ് മീൻസ് എ ആൻഡ് ദ. ഓക്കെ, കോൺസണൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകളുടെ അത് ഒറ്റ ഒരു ഐറ്റം ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക അല്ലെ. ഇവിടെ ബി വെച്ചാൽ തുടങ്ങുന്നത്. അപ്പോൾ എ ബേബി. അപ്പോൾ എ ബേബിയും ദ ബേബിയും തമ്മിൽ എന്താ വ്യത്യാസം? എ ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ്, ആ മുറിയിൽ ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ദ ബേബി എന്ന് പറഞ്ഞു. അതിലെന്താ വ്യത്യാസം? അതിൽ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു കുഞ്ഞാണ് ഇപ്പോഴും ദ കുഞ്ഞായത്. ദ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ കുഞ്ഞ്, ആ കുഞ്ഞ് നമ്മൾ അമ്മയുടെ അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു കുഞ്ഞ് എന്ന് പറയാനാണ് നമ്മൾ ദ ഉപയോഗിച്ചത്. സ്പെസിഫിക്. ഓക്കെ, നിങ്ങൾ ആൻഡ് ദ യൂസേജിൽ വരുന്ന സമയത്ത് പലപ്പോഴും മക്കൾക്ക്
എന്താണ് മിസ്റ്റേക്സ് പറ്റാറുണ്ട്. അതിൽ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിൻ്റെ യൂസേജിൻ്റെ വ്യത്യാസം മനസ്സിലാവാത്തത് കൊണ്ടാണ്. ആൻഡ് യൂസ് ചെയ്യുന്നതിൽ ഒരു എന്നേ അർത്ഥമുള്ളൂ. പ്രത്യേകമായിട്ടൊന്നിനെ പറയുകയാണെങ്കിൽ തന്നെ ഉപയോഗിക്കണം. ഇവിടെ ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്ത് നിൽക്കുന്നു, എന്നിട്ട് ബേബി എന്ന് പറയുമ്പോൾ എന്താണ്, ആ കുഞ്ഞ് പുസ്തകം നോക്കുന്നു, ആ അമ്മയുടെ അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ കുഞ്ഞ് എന്ന് പറയാനാണ് അവിടെ എന്ന് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസിൻ്റെ യൂസേജ് അത് വെറുതെ കണ്ണും പൂട്ടി ഉത്തരം എഴുതുന്നതല്ല, അതിൻ്റെ യൂസേജ് മനസ്സിലാക്കണം. സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒന്നിനെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, അത് ഏത് കുഞ്ഞ് എന്നുള്ളതില്ല, ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്, ആ കുഞ്ഞ് പുസ്തകത്തിലേക്ക് നോക്കുന്നുണ്ട്. അതാണ് അവിടെ ആൻഡ് ൻ്റെ യൂസേജിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ ടീച്ചർ മാർക്ക് ചെയ്തതിൽ 4 സെൻറ്റൻസസ് നമ്മൾ എഴുതി അല്ലേ. Mother is sitting on a sofa. She is reading a book. A baby is standing near her. The baby is looking at the book. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് ഇവിടെ ടീച്ചർ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? ഒരു പെൺകുട്ടി നിലത്തിരിക്കുകയാണ് അല്ലേ. നിലത്ത് ഒരു റഗിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്, ഒരു റൗണ്ട് ഷേപ്പുള്ള. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഒരു പെൺകുട്ടി നിലത്തിരിക്കുന്നു. എന്നിട്ട് അവൾ എന്താ ചെയ്യുന്നത്? അവളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ചെറിയ ടോയ് ഉണ്ട് അല്ലേ, കളിപ്പാട്ടമുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പറയാം? A girl is sitting on the floor. A girl is sitting on the floor. എന്നിട്ട് എന്ത് പറഞ്ഞു? She is playing with a toy. She is playing with a toy. A girl is sitting on the floor. She is playing with a toy. ഒരു പെൺകുട്ടി നിലത്തിരിക്കുന്നു, അവൾ ടോയ് കൊണ്ട് കളിക്കുന്നു. ഓക്കെ, അവൾ ടോയ് കൊണ്ട് കളിക്കുകയാണ്. അങ്ങനെ 2 സെൻറ്റൻസ്. ഇപ്പം നേരത്തെ മദറിൻ്റെ കാര്യം പറയുമ്പോഴും മദർ ഇസ് സിറ്റിംഗ് ഓൺ എ സോഫ, ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവിടെ മദർ എന്ന് പറയുന്നത് എന്താണ്? നൗണാണ്. ഷീ എന്ന് പറയുന്നത് എന്താ? പ്രോനൗണാണ്. മദറിന് പകരം നമ്മൾ ഉപയോഗിച്ച ഒരു വാക്ക്, ആ മദറിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച മറ്റൊരു വാക്കാണ്, പ്രോനൗണാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. എ ഗേൾ ഈസ് സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ, ഷീ ഈസ് പ്ലേയിങ് വിത്ത് എ ടോയ്. അവൾ, എ ഗേൾ എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ദ ഗേൾ എന്ന് പറയുന്നതിന് പകരം ഷീ എന്ന് ഉപയോഗിച്ചു. ഓക്കെ, പ്രോനൗൺ. ഓക്കെ, എ ഗേൾ ഈസ് സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ, ഷീ ഈസ് പ്ലേയിങ് വിത്ത് എ ടോയ്. എ ഗേൾ ഈസ് സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ, ഷീ ഈസ് പ്ലേയിങ് വിത്ത് എ ടോയ്. ഇനി ഇവിടെ ടീച്ചർ മാർക്ക് ചെയ്ത് നോക്കൂ, ഒരു ബോയും അവൻ്റെ അച്ഛനുമായിരിക്കും അവിടെ ഇരിക്കുന്നത് അല്ലേ, ബോയും അച്ഛനും. ഓക്കെ, അപ്പോൾ ആ ബോയ് എന്താ ചെയ്യുന്നത്? അവന് നിലത്തൊരു ചെറിയൊരു ക്വിഷൻ പോലെ ഇട്ടിട്ട് അവൻ അവിടെ ഇരുന്ന് ടേബിളിൽ എന്തോ ചെയ്യാണ്. എന്താ ചെയ്യുന്നത്? ഒരു ബിൽഡിംഗ് ബ്ലോക്സ് പോലത്തത് വെച്ച് കളിക്കുകയാണ് അല്ലേ. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ സോഫയിൽ ഇരിക്കുകയാണ്, എന്നിട്ട് കുട്ടിയുടെ ഒപ്പം കളിക്കുന്ന. കുട്ടിയുടെ ഒപ്പം കളിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയെ കളിക്കാൻ സഹായിക്കുന്നു അല്ലേ. അപ്പം നമുക്കിതിനെ 4 സെൻറ്റൻസസ് ഉപയോഗിച്ച് ഈ മാർക്ക് ചെയ്തതിനെ പറയാം. എങ്ങനെ പറയാം? ബോയ് എന്താ ചെയ്യുന്നത്? ബോയ് ഈസ് സിറ്റിംഗ് അറ്റ് ദ ടേബിൾ. അപ്പോൾ അറ്റ് എ ടേബിൾ, അല്ല, എ ടേബിൾ, ഒരു ടേബിളിൽ, ഏതെങ്കിലും പെർട്ടിക്കുലർ ടേബിൾ എന്നല്ല, എ ടേബിൾ. ബോയ് ഈസ് സിറ്റിംഗ് അറ്റ് എ ടേബിൾ. ഒരു ആൺകുട്ടി ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ അറ്റ് എ ടേബിൾ എന്ന് പറയുമ്പോൾ ടേബിളിൻ്റെ പുറത്ത് കയറിയിരിക്കുകയല്ല, ടേബിളിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയല്ല. എങ്ങനെയാണ് ഇരിക്കുന്നുള്ളത്? ടേബിളിൽ എന്തോ സംഭവം വെച്ച് ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ തിന്നാനിരിക്കുമ്പോഴും നമ്മൾ അങ്ങനെയല്ലേ പറയുക? അറ്റ് ദ ടേബിൾ അല്ലേ, അറ്റ് ദ ടേബിൾ അങ്ങനെയല്ലേ പറയുക. അതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞു, ഇവിടെ അവൻ കളിക്കാനിരിക്കുകയാണ് ടേബിൾ, പഠിക്കാനായാലും അറ്റ് ദ ടേബിൾ. ഓക്കെ, മനസ്സിലായല്ലോ? അല്ലെങ്കിൽ അറ്റ് എ ഡെസ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ആ കുട്ടി ടേബിളിൽ ഇരിക്കുകയാണ്. ടേബിളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൻ്റെ മേത്ത് കയറി ഇരിക്കുന്നു, അല്ലെങ്കിൽ മേലെ കയറി ഇരിക്കുന്നു എന്നല്ല, ടേബിളിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ക്വിഷൻ ഇട്ടിരുന്ന് ടേബിളിൽ ഐറ്റം വെച്ച് കളിക്കുകയാണ്. ഓക്കെ, ബോയ് ഈസ് സിറ്റിംഗ് അറ്റ് എ ടേബിൾ. ഓക്കെ, ഹി ഈസ് പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. അവൻ എന്താ ചെയ്യുന്നത്? ആ ടേബിളിൽ ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ ടേബിളിൽ ഇരിക്കുക എന്ന് പറഞ്ഞത് അറ്റ് ടേബിളിൽ ഇരിക്കലാണ്, ടേബിളിൻ്റെ പുറത്ത് കയറി ഇരിക്കലല്ല. വീണ്ടും പറയാണ്, ബോയ് ഈസ് സിറ്റിംഗ് അറ്റ് എ ടേബിൾ, ഹി ഈസ് പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. ടേബിളിൽ ഇരുന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്?
ബ്ലോക്സിനെ കൊണ്ട് കളിക്കുകയാണ് അല്ലേ. ഈസ് പ്ലേയിങ് കളിക്കുകയാണ്, കളിക്കുന്നു. എ ബോയ് ഈസ് സിറ്റിംഗ് അറ്റ് എ ടേബിൾ. ഹി ഈസ് playing with blocks. A boy is sitting at a table. He is playing with blocks. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നത്? ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ സോഫ. ഫാദർ എന്ന് പറയാൻ വേണമെങ്കിൽ ഹിസ് ഫാദർ എന്ന് പറയാം. ഓക്കെ, ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ സോഫ. ഹി ഈസ് ഹെൽപ്പിംഗ് ദ ബോയ്. ബോയ് എന്താ ചെയ്യുന്നത്? ബ്ലോക്സ് വെച്ച് കളിക്കുന്നു, അതിൽ സഹായിക്കുകയാണ് അച്ഛൻ. ഹി ഈസ് ഹെൽപ്പിംഗ് ദ ബോയ്. അത് അവിടെ എന്താണ് ബോയ് എന്നാണോ പറഞ്ഞത്? അല്ല, ദ ബോയ്. എന്തുകൊണ്ടാണ് ദ ബോയ് പറഞ്ഞത്? തൊട്ട് മുന്നേ നമ്മൾ മെൻഷൻ ചെയ്ത ആ ബോയ്, അതായത് നമ്മൾ മുൻപ് മെൻഷൻ ചെയ്ത സെയിം ബോയ് ആണ് ഈ പറയുന്ന ബോയ്. ഓക്കെ, സ്പെസിഫിക് ബോയ്. ഏത് ബോയ്? ടേബിളിലിരുന്ന് ബ്ലോക്സ് വെച്ച് കളിക്കുന്ന ബോയ്, അതാണ് ദ ബോയ്. ഓക്കെ, ബോയ് ഈസ് സിറ്റിംഗ് അറ്റ് എ ടേബിൾ. ഹി ഈസ് പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ സോഫ. ഹി ഈസ് പ്ലേയിങ് helping the boy. He is helping the boy. Okay, a boy is sitting at a table. He is playing with blocks. A father is sitting on a sofa. He is helping the boy. ഇവിടെ നമ്മൾ ടീച്ചർ മാർക്ക് ചെയ്ത ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ 4 സെൻറ്റൻസസ് എഴുതി. അപ്പോൾ എ ആൻഡ് ദ ഇതിൻ്റെ യൂസേജ്, ആർട്ടിക്കിൾസിൻ്റെ ഉപയോഗം മക്കളെ ശ്രദ്ധിക്കണം. സിമ്പിളാണ്, പക്ഷെ നമ്മൾ ആ സിമ്പിളായിട്ടുള്ള കാര്യത്തെ ശ്രദ്ധിക്കാതെ വിടുമ്പോഴാണ് നമുക്ക് പരീക്ഷയ്ക്കാണെങ്കിൽ മാർക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംസാരം എഴുത്ത്, ഇംഗ്ലീഷിലുള്ള സംസാര എഴുത്തൊക്കെ എന്താണ് കുറേ എറേഴ്സ് ഉള്ളതാവുന്നത്. ഓക്കെ, സോ എറോണിയസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായി സെറ്റായി വരും. ഓക്കെ, ബോയ് ഈസ് സിറ്റിംഗ് അറ്റ് എ ടേബിൾ. ഹി ഈസ് പ്ലേയിങ് വിത്ത് ബ്ലോക്സ്. A father is sitting on a sofa. He is helping the boy. ഇവിടെ the യൂസേജ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ, ഇവിടെ ടീച്ചർ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? നിലത്ത് ഒരു പട്ടിയുണ്ട് അല്ലേ, അത് കളിക്കുകയാണ്, ഒരു പന്ത് വെച്ച് കളിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് 2 സെൻറ്റൻസസ് വെച്ച് പറയാം അല്ലേ, സിമ്പിൾ സെൻറ്റൻസസ്. എന്തൊക്കെ പറയാം? പട്ടി നിലത്തുണ്ട് എന്ന് പറയാം. പിന്നെ എന്ത് പറയാം? പട്ടി പന്ത് വെച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. എന്താണ്? ഡോഗ് ഈസ് ഓൺ ദ ഫ്ലോർ. ഇൻ ദ ഫ്ലോർ അല്ല, ഓൺ ദ ഫ്ലോർ. അതെന്തുകൊണ്ടാണ്? സർഫസ്. ഇറ്റ് ഈസ് ഓൺ ദ സർഫസ്. ഓക്കെ, ഡോഗ് ഈസ് ഓൺ ദ ഫ്ലോർ. ഒരു പട്ടി നിലത്തുണ്ട്. A dog is on the floor. എന്നിട്ട് അതെന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്ലേയിങ് വിത്ത് എ ബോൾ. എന്തുകൊണ്ടാണ് ഇറ്റ്, ഹിയും ഷീയും എന്തുകൊണ്ടില്ല? ജെൻഡർ വെച്ച് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഹീ ഷീ ഉപയോഗിക്കല്. പുല്ലിംഗം ഹി, സ്ത്രീലിംഗം ഷീ. ഓക്കെ, നമ്മൾ തേർഡ് പാർട്ടിയെ പറയുമ്പോൾ, തേർഡ് പേഴ്സണെ പറയുമ്പോൾ ഹീ ഓർ ഷീ എന്ന്, സബ്ജക്റ്റ് ഹി ഓർ ഷീ അല്ലെങ്കിൽ നെയിംസ് ആണ് വരിക. അത് ജെൻഡർ ബേസ്ഡ് അല്ല എങ്കിൽ അത് ഇറ്റാണ്. Okay, it is playing with a ball. It is playing with a ball. Okay, a dog is on the floor. It is playing with a ball. A dog is on the floor. It is playing with a ball. Okay അല്ലേ? ഒരു പട്ടി നിലത്തുണ്ട്, അത് പന്ത് വച്ച് കളിക്കുന്നു. With a ball. Playing with a ball. ഓക്കെ, നമ്മൾ ഇതുപോലെ കേൾക്കുന്ന ഒരു ഫ്രേസാണ് പ്ലേയിങ് വിത്ത് ഫയർ. നീ തീ കൊണ്ടാണ് കളിക്കുന്നത് എന്നൊക്കെ പറയാമെന്ന് കേൾക്കാറില്ലേ, അതുപോലെ. ഓക്കെ, ഡോഗ് ഈസ് ഓൺ ദ ഫ്ലോർ. ഇറ്റ് ഈസ് പ്ലേയിങ് വിത്ത് എ ബോൾ. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്തത് ടീച്ചർ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? അവിടെ വെച്ചിട്ടുള്ള എന്താണ്, ഷെൽഫുണ്ട്, പിന്നെ ഒരു ലൈറ്റ് ഉണ്ട് അല്ലേ, ലാമ്പ് ഉണ്ട് അല്ലേ. അതിന് ലാമ്പ് എന്നല്ല പറയാം. അപ്പം നമുക്ക് എന്ത് പറയാം? There is a shelf and a lamp. There is a shelf and a lamp. സിമ്പിൾ അല്ലേ? ആ സെൻറ്റൻസ് വളരെ സിമ്പിൾ അല്ലേ? അവിടെ ഒരു ഷെൽഫും ഒരു ലാമ്പും ഉണ്ട്. There is a shelf and a lamp. There is a shelf and a lamp. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് അല്ലേ? There is a shelf and a lamp. ഇവിടെ നോക്കൂ, ടീച്ചർ എന്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്?
അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാണുമ്പോൾ കണ്ണാടിച്ചില് പോലെ ഉണ്ട് അല്ലേ, പക്ഷെ ശരിക്കും അത്ര കണ്ണാടികളൊക്കെ ഉണ്ടാവും. അത് ശരിക്കും ചിത്രം വെക്കണം. അവിടെ ചിത്രം അത് നമ്മൾക്ക് അവർ വരച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അത് ചിത്രമായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം, ഫ്രെയിം ചെയ്ത ചിത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ആ സെൻറ്റൻസിന്? There are pictures on the wall. ചുമരിൽ ചിത്രങ്ങളുണ്ട്. നോക്കണം, അവിടെ നമ്മൾ ഒരു ഷെൽഫ്, ഒരു ലാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ there is എന്നാണ് പറഞ്ഞത്. ഇവിടെ there are എന്ന് പറഞ്ഞു. അതെന്താണ്? ഒരുപാട് എണ്ണത്തെ പറയുമ്പോഴാണ്. There are pictures on the wall. On the wall, on surface, wall, ചുമരിൽ, അതായത് വാളിൻ്റെ സർഫസിൽ എന്ന് പറയുന്നതാണ്. There are pictures on the wall. There are pictures on the wall. പിന്നെ എന്താ ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത്? അവിടെ ഒരു ജനാലയുണ്ടല്ലേ, ആ ജനാല പകുതി തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ പുറത്തെ കാഴ്ച കാണാം. അവിടെ പുറത്ത് നമ്മൾ എന്ത് കാണുന്നുണ്ട്? മരങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് അത് പറയാം. എന്ത് പറയാം? നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഒരു ഷെൽഫും ഒരു വിളക്കും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്ത്? ചുമരിൽ ചിത്രങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതെങ്ങനെ പറയാം? There is a window. There is a window. ഒരു ജനലുണ്ട്. അവിടെ ഒരു ജനലുണ്ട്. There is a window. ഒരു ജനലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ജനലിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാം? We can see trees outside. We can see trees outside. നമുക്ക് പുറത്ത് മരങ്ങൾ കാണാം. We can see trees outside. വേണമെങ്കിൽ ഗ്രീൻ ട്രീസ് ഔട്ട്സൈഡ് എന്ന് പറയാം, സ്കൈ ആൻഡ് ട്രീസ് ഔട്ട്സൈഡ് ഒക്കെ പറയാം. ഓക്കെ, we can see trees outside. അപ്പോൾ എങ്ങനെ രണ്ട് സെൻറ്റൻസസ് എന്തൊക്കെയാണ്? There is a window. അവിടെ ഒരു ജനാലയുണ്ട്. We can see trees outside. നമുക്ക് പുറത്ത് മരങ്ങളുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്, കാണാനാകുന്നുണ്ട്. Can see, കാണാനാകുന്നുണ്ട്. Can eat, തിന്നാനാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? There is a window. We can see trees outside. There is a window. We can see trees outside. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിൽ ടീച്ചർ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ആ ചിത്രം മുഴുവനായി വെച്ചിട്ടുണ്ട്. അതെന്താണ്? ഇനി നമുക്കതിൻ്റെ മൂഡ് പറയാം. അവിടെ മൊത്തത്തിൽ ഒരു നല്ല സന്തോഷമുള്ള മൂഡാണ് അല്ലേ. Everyone is happy. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നല്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ടില്ല അല്ലേ. ടീച്ചർ ഹാപ്പി എന്നേ പറഞ്ഞുള്ളൂ. എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ everyone is happy. നല്ല സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസ് എന്തായി മാറും? Everyone is very happy. ഓക്കെ, എവ്രി വൺ ഈസ് ഹാപ്പി. അവിടെയുള്ള എല്ലാവരും നല്ല ടീച്ചർക്ക് നല്ല എന്ന് തന്നെ വരുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. എവ്രി വൺ ഈസ് ഹാപ്പി എന്ന് ടീച്ചർ സെൻറ്റൻസ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും സന്തോഷത്തിലാണ്. ഓക്കെ, എവ്രി വൺ ഈസ് ഹാപ്പി. ഇവിടെ നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു ചിത്രം തന്നെയാണ് ടീച്ചർ തന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എഴുതാനും മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. എന്നാലും നിങ്ങൾ ഒന്ന് ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക. എത്ര എളുപ്പമുള്ളതായാലും ആക്ടിവിറ്റി അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ചെയ്യാം. ഇവിടെ നമ്മൾ 7th റൂളാണ് ഇതിൽ നോക്കിയത്. മൊത്തം 7 റൂൾസ്. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി, ഐഡൻറ്റിഫൈ ദ മെയിൻ ഐഡിയ, ടോക്ക് അബൌട്ട് പീപ്പിൾ ഓർ ഒബ്ജെക്ട്സ്, ഡിസ്ക്രൈബ് ആക്ഷൻസ്, മെൻഷൻ ഡീറ്റെയിൽസ്, ഡിസ്ക്രൈബ് ദ സെറ്റിംഗ്, ആഡ് ഫീലിങ്സ് ഓർ മൂഡ്. അങ്ങനെ 7 റൂൾസ് നമ്മൾ നോക്കി. നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ടീച്ചർ ഈ വീഡിയോയിൽ പറഞ്ഞ സെൻറ്റൻസസ് കൂടാതെ ഏതെങ്കിലും സെൻറ്റൻസ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിവിടെ കോമെൻറ്റിൽ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ടീച്ചർ എഴുതിയ ഏതെങ്കിലും സെൻറ്റൻസ് ഇംപ്രൊവൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം 19 സെൻറ്റൻസസോളം നമ്മൾ നോക്കി. ആ 19 സെൻറ്റൻസസ് ടീച്ചർ ഇവിടെ ഒന്ന് വായിച്ച് പറയാം. ഓക്കെ, this is a family. They are in a living room. A mother is sitting on a sofa. She is reading a book. A baby is standing near her. The baby is looking at the book.
A girl is sitting on the floor. She is playing with a toy. A boy is sitting at a table. He is playing with blocks. A father is sitting on a sofa. He is helping the boy. A dog is on the floor. It is playing with a ball. There is a shelf and a lamp. There are pictures on the wall. There is a window. We can see trees outside. Everyone is happy. ഓക്കെ അല്ലേ മക്കളെ? നിങ്ങൾ എന്ത് തന്നെയായാലും നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1 ക്ലാസ്സസ് കഴിയുമ്പോൾ നിങ്ങൾ ഏത് ചിത്രം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറണം. ഓക്കെ, അതാണ് ടീച്ചറുടെ ആഗ്രഹം. നിങ്ങളിത് ക്ലാസ്സസ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ നിങ്ങൾക്കിതൊക്കെ ഉപകാരപ്പെടട്ടെ എന്നാണ് ടീച്ചർ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. ഹാപ്പി ലേണിംഗ് മക്കളെ.